ഇന്ത്യയിലെ ലീഡിംഗ് പബ്ലിക് സെക്ടർ ബാങ്കാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫർ ചെയ്യുന്ന ഒരു സേവിങ്സ് അക്കൗണ്ട് വേരിയന്റാണ് യൂണിയൻ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട്. ഇതൊരു സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് ആണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇത്ര രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം അങ്ങനെയുള്ള ക്രൈറ്റീരിയയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതേപോലെ തന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫർ ചെയ്യുന്ന മറ്റൊരു അക്കൗണ്ട് വേരിയന്റാണ് യൂണിയൻ ജനറൽ സേവിങ്സ് അക്കൗണ്ട്. ഇത് നോർമലി നമുക്ക് എടുക്കാൻ സാധിക്കുന്ന റെഗുലർ വേരിയന്റ് സേവിങ്സ് അക്കൗണ്ട് ആണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവറേജ് ക്വാർട്ടർലി ബാലൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മുടെ ബ്രാഞ്ച് ലൊക്കേഷൻ അനുസരിച്ചാണ് കീപ്പ് ചെയ്യേണ്ട ആവറേജ് ക്വാർട്ടർലി ബാലൻസ് വരുന്നത്. മെട്രോ ഏരിയ ആണെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവറേജ് ക്വാർട്ടർലി ബാലൻസ് 1000 രൂപയാണ്. ഇനി സെമി അർബൻ അതുപോലെ തന്നെ റൂറൽ ഏരിയയ്ക്ക് ആണെങ്കിൽ 500 രൂപയും 250 രൂപയൊക്കെയാണ് ആവറേജ് ക്വാർട്ടർലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. വളരെ കുറവ് എമൗണ്ട് ആണ് വരുന്നത്. അതും ആവറേജ് മന്ത്ലി ബാലൻസ് അല്ല, ആവറേജ് ക്വാർട്ടർലി ബാലൻസ് ആണ് വരുന്നത്. 3 മാസത്തിൽ കീപ്പ് ചെയ്യേണ്ട ആവറേജ് ബാലൻസ് ആണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫർ ചെയ്യുന്ന യൂണിയൻ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടും അതുപോലെ തന്നെ ഈ ഒരു ജനറൽ സേവിങ്സ് അക്കൗണ്ട് വേരിയന്റ് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. പ്രധാനമായിട്ടും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സേവിങ്സ് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് വരുന്ന സർവീസ് ചാർജുകൾ വിശദമായിട്ട് നോക്കാം. നിങ്ങൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. സോ വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം യൂണിയൻ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് നോക്കാം. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലെ ഇൻഫർമേഷൻ അനുസരിച്ച് ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. ഇതിനകത്ത് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം അങ്ങനെയുള്ള ക്രൈറ്റീരിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇനിഷ്യൽ ഫണ്ടിങ് എമൗണ്ട് വേണ്ടി വന്നേക്കാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെട്ടേക്കാം. ആ ഒരു എമൗണ്ട് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു അക്കൗണ്ടിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് അവർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ക്ലാസിക് വേരിയന്റ് ഡെബിറ്റ് കാർഡാണ്. ഡെബിറ്റ് കാർഡിന് ഇഷ്യൂവൻസ് ഫീസ് വരുന്നില്ല, ആനുവൽ ഫീസാണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ആനുവൽ ഫീസ് വരുന്നത് 200 രൂപ പ്ലസ് GST ആണ്. പിന്നെ അക്കൗണ്ടിന്റെ ഭാഗമായിട്ട് ഒരു അപ് ടു 5 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡന്റൽ ഡെത്ത് കവറേജ് വരുന്നുണ്ട്. പിന്നെ ഡെബിറ്റ് കാർഡിന്റെ ഭാഗമായിട്ട് വരുന്ന അപ് ടു 2 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡന്റൽ ഡെത്ത് കവറേജും വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു അക്കൗണ്ടിന്റെ കീ ഹൈലൈറ്റ് ആയിട്ട് അവർ കാണിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ ക്ലാസിക് വേരിയന്റ് ഡെബിറ്റ് കാർഡാണ് കിട്ടുന്നത്. റുപ്പേ അല്ലെങ്കിൽ വിസയിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ക്ലാസിക് വേരിയന്റ് ഡെബിറ്റ് കാർഡ് ആയിരിക്കും. ഇഷ്യൂവൻസ് ഫീസ് ആപ്ലിക്കബിൾ അല്ല, സൗജന്യമാണ്. പിന്നെ വർഷം കൊടുക്കേണ്ടി വരുന്ന ആനുവൽ മെയിൻ്റനൻസ് ചാർജ് 200 രൂപ പ്ലസ് GST ആണ്. ഈ ഒരു കാർഡിന്റെ ഡെയിലി ATM വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 25,000 രൂപയാണ്. ഡെയിലി ഷോപ്പ് ലിമിറ്റ് വരുന്നത് 50,000 രൂപയാണ്. അങ്ങനെ മൊത്തം ഡെയിലി ലിമിറ്റ് വരുന്നത് 75,000 രൂപയാണ്. പിന്നെ കാർഡ് കളഞ്ഞു പോയി അല്ലെങ്കിൽ കാർഡ് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇഷ്യൂവൻസ് ഫീസ് വരുന്നത് 100 രൂപ പ്ലസ് GST ആണ്. പിന്നെ ATM ട്രാൻസാക്ഷൻ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM വഴി ഒരു മാസം നമുക്ക് 5 ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് ചെയ്യാം. അതിനകത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും, നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും. 5 എന്നുള്ള ലിമിറ്റ് കഴിഞ്ഞാൽ ചാർജ് ഈടാകും. ഇനിയിപ്പോൾ അതർ ബാങ്കിൻ്റെ ATM ആണെങ്കിൽ മെട്രോ ഏരിയയിൽ നമുക്ക് ഒരു മാസം 3 ട്രാൻസാക്ഷനാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അതിൻ്റെ അത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും, നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും. ഇനിയിപ്പോൾ നോൺ മെട്രോ ഏരിയ ആണെങ്കിൽ അതർ ബാങ്കിൻ്റെ ATM നമുക്ക് ഒരു മാസം 5 ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും. ഈ പറയുന്ന ഫ്രീ ലിമിറ്റ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് വിഡ്രോവൽ പോലുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും 23 രൂപ പ്ലസ് GST. ഇനിയിപ്പോൾ ബാലൻസ് എൻക്വയറി പോലുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും 9 രൂപ പ്ലസ് GSTയും സർവീസ് ചാർജ് ആയിട്ട് ഈടാക്കും. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഏതൊരു ഇൻഡിവിജ്വലിനും ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫർ ചെയ്യുന്ന SB ജനറൽ എന്ന് പറഞ്ഞ ജനറൽ വേരിയന്റ് സേവിങ്സ് അക്കൗണ്ട് നോക്കാം. ഈ ഒരു അക്കൗണ്ട് വേരിയന്റിൻ്റെ നമ്മൾ ആവറേജ് ക്വാർട്ടർലി ബാലൻസ് കീപ്പ് ചെയ്യണം. അതായത് 3 മാസത്തിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവറേജ് ബാലൻസ് ആണ്. അതിപ്പോൾ മെട്രോ ഏരിയയിലാണ് നമ്മുടെ ബ്രാഞ്ച് വരുന്നതെങ്കിൽ 1000 രൂപയും, ഇനിയിപ്പോൾ സെമി അർബൻ ഏരിയയിലാണെങ്കിൽ 500 രൂപയും, റൂറൽ ഏരിയയിലാണ് നിങ്ങളുടെ ബ്രാഞ്ച് വരുന്നതെങ്കിൽ 250 രൂപയുമാണ് ആവറേജ് ക്വാർട്ടർലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു അക്കൗണ്ടിന്റെ ബെനിഫിറ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് നമുക്ക് ഇയർലി 20 പേഴ്സണലൈസ്ഡ് ചെക്ക് ലീവ്സ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. പിന്നെ ഈ ഒരു അക്കൗണ്ടിൽ നമുക്ക് കിട്ടുന്നത് ക്ലാസിക് വേരിയന്റ് ഡെബിറ്റ് കാർഡ് തന്നെയാണ്. അതിനകത്ത് നമുക്ക് ഒരു ഇൻഷുറൻസ് ബെനിഫിറ്റ് വരുന്നുണ്ട്. അപ് ടു 2 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡന്റൽ ഡെത്ത് കവറേജ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു അക്കൗണ്ട് വേരിയന്റിലും നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡ് ക്ലാസിക് വേരിയന്റ് ഡെബിറ്റ് കാർഡാണ്. ഇഷ്യൂവൻസ് ഫീസ് വരുന്നില്ല, ആനുവൽ ഫീസ് വരുന്നത് 200 രൂപ പ്ലസ് GST തന്നെയാണ്. പിന്നെ ഡെബിറ്റ് കാർഡിന്റെ ഭാഗമായിട്ട് നമുക്ക് അപ് ടു 2 ലക്ഷം രൂപയുടെ ഒരു പേഴ്സണൽ ആക്സിഡന്റൽ ഡെത്ത് കവറേജ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു അക്കൗണ്ടിന്റെ കീ ഹൈലൈറ്റ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 14 ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോഷർ ചാർജ് ഇല്ല, സൗജന്യമായിട്ട് ക്ലോസ് ചെയ്യാമെന്നാണ്. അത് നോർമലി എല്ലാ അക്കൗണ്ടിനും ആപ്ലിക്കബിൾ ആണ്. അത് അവർ ഹൈലൈറ്റ് ചെയ്ത് അക്കൗണ്ടിന്റെ ഒരു ഫീച്ചറായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഡെബിറ്റ് കാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ചാർജും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം സെയിം ആണ്. 25,000 രൂപയാണ് ഡെയിലി ATM വിഡ്രോവൽ ലിമിറ്റ് വരുന്നത്. ഡെയിലി ഷോപ്പ് ലിമിറ്റ് 50,000 രൂപയാണ്. നമ്മൾ യൂണിയൻ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടിന്റെ കാര്യത്തിൽ പറഞ്ഞ ഡെബിറ്റ് കാർഡിന്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ചാർജും എല്ലാം സെയിം ആണ് ഈ ഒരു ജനറൽ
ജനറൽ സേവിങ്സ് അക്കൗണ്ടിന്റെ കാര്യത്തിലും. ഇനി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്ലാറ്റിനം വെയിറ്റിന്റെ ഡെബിറ്റ് കാർഡാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സും ചാർജൊക്കെ ഡിഫറൻ്റ് ആണ്. ചാർജ് വരുന്നത് 300 രൂപ പ്ലസ് GST ആണ് ആനുവൽ ചാർജ്. ഇഷ്യൂവൻസ് ഫീസ് ഇല്ല. ഡെയിലി ATM വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 75,000 രൂപയാണ്. ഡെയിലി ഷോപ്പ് ലിമിറ്റ് വരുന്നത് 1.5 ലക്ഷം രൂപയുടെ. അങ്ങനെ മൊത്തം ഡെയിലി ലിമിറ്റ് വരുന്നത് 2,25,000 രൂപയാണ്. ഇനി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സേവിങ്സ് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട സർവീസ് ചാർജുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 2025 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിലുള്ള സർവീസ് ചാർജുകൾ നോൺ ഇൻഡിവിജ്വൽസ് അതുപോലെ ഇൻഡിവിജ്വൽസ് എന്നിങ്ങനെ 2 കാറ്റഗറിയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് RTGS നോക്കാം. ഇൻവേർഡ് RTGS സൗജന്യമാണ്. ഔട്ട്വേർഡ് RTGS നോക്കിക്കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണെങ്കിൽ ഇൻഡിവിജ്വലിന്റെ ചാർജ് GST ഉൾപ്പെടെ 28 രൂപ 91 പൈസയാണ്. ഇനി 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള RTGS ട്രാൻസാക്ഷൻ ആണെങ്കിൽ 58 രൂപ 41 പൈസയാണ് ഇൻഡിവിജ്വലിന് വരുന്ന ട്രാൻസാക്ഷൻ ചാർജ്. പിന്നെ NEFT നോക്കിക്കഴിഞ്ഞാൽ NEFT ഇൻവേർഡ് സൗജന്യമാണ്. NEFT ഔട്ട്വേർഡ് നോക്കിക്കഴിഞ്ഞാൽ അപ് ടു 10,000 രൂപ വരെ പെർ ട്രാൻസാക്ഷന് 2 രൂപ 66 പൈസ. 10,000 രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷം രൂപ വരെ 5 രൂപ 61 പൈസ. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 2 ലക്ഷം രൂപ വരെ 17 രൂപ 41 പൈസ. 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള NEFT ട്രാൻസാക്ഷന് 21 രൂപ 21 പൈസ എന്നിങ്ങനെയാണ് ഈടാക്കുന്നത്. GST ഉൾപ്പെടെയുള്ള ചാർജാണ് പറയുന്നത്. അതും ഇൻഡിവിജ്വലിന്റെ ആണ്. നോൺ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ചാർജിൽ ഡിഫറൻസ് ഉണ്ട്. ഇനി സേവിങ്സ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ആണെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് വഴിയുള്ള NEFT ട്രാൻസാക്ഷൻസിന് ചാർജ് ഇല്ല, അത് സൗജന്യമാണ്. ഇനി ബ്രാഞ്ച് വഴിയുള്ള IMBS ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അപ് ടു 1000 രൂപ വരെ ചാർജ് ഇല്ല. 1000 രൂപയ്ക്ക് മുകളിൽ 10,000 രൂപ വരെ 2 രൂപ 66 പൈസ പെർ ട്രാൻസാക്ഷനും 1000 രൂപയ്ക്ക് മുകളിൽ 10,000 രൂപ വരെ 2 രൂപ 66 പൈസ പെർ ട്രാൻസാക്ഷനും 10,000 രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷം രൂപ വരെ 5 രൂപ 61 പൈസ പെർ ട്രാൻസാക്ഷനും 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 2 ലക്ഷം രൂപ വരെ 17 രൂപ 41 പൈസ പെർ ട്രാൻസാക്ഷനും 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 5 ലക്ഷം രൂപ വരെയുള്ള IMBS ട്രാൻസാക്ഷന് 21 രൂപ 21 പൈസ പെർ ട്രാൻസാക്ഷനും ഈടാക്കും. പിന്നെ ഇലക്ട്രോണിക്സ് ക്ലിയറിംഗ് സർവീസ് അതുപോലെ തന്നെ NACH ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ആണെങ്കിലും ക്രെഡിറ്റ് ആണെങ്കിലും പെർ ട്രാൻസാക്ഷൻ ഈടാക്കുന്ന ചാർജ് 4 രൂപ 13 പൈസയാണ്. പിന്നെ ഔട്ട് സ്റ്റേഷൻ ചെക്ക് കളക്ഷൻ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അപ് ടു 5,000 രൂപ വരെയുള്ള എമൗണ്ട് ആണെങ്കിൽ പെർ ചെക്കിന് 47 രൂപ 20 പൈസയും 5,000 രൂപയ്ക്ക് മുകളിൽ 10,000 രൂപ വരെ 59 രൂപയും 10,000 രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷം രൂപ വരെ 118 രൂപയും 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ പെർ ചെക്കിന് 236 രൂപയും ചാർജ് ഈടാക്കും. പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചാർജാണ് ക്യാഷ് ട്രാൻസാക്ഷൻ ചാർജ്. സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലെ ആവറേജ് ക്വാർട്ടർലി ബാലൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് മന്ത്ലി ഇത്ര വിഡ്രോവൽ ഫ്രീ ഉണ്ട്. ആ ഒരു ഫ്രീ വിഡ്രോവൽ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ ഒരു ചാർജ് ഈടാക്കുക. ആവറേജ് ക്വാർട്ടർലി ബാലൻസ് അപ് ടു 25,000 രൂപ വരെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു മാസം 5 ക്യാഷ് വിഡ്രോവൽ ഫ്രീ ആണ്. ഇനി ആവറേജ് ക്വാർട്ടർലി ബാലൻസ് 25,000 മുകളിൽ 50,000 രൂപ വരെ ഉണ്ടെങ്കിൽ 8 വിഡ്രോവൽ ഫ്രീ ആണ് ഒരു മാസം. ഇനിയിപ്പോൾ 50,000 രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷം രൂപ വരെ ആവറേജ് ക്വാർട്ടർലി ബാലൻസ് ഉണ്ടെങ്കിൽ 12 വിഡ്രോവൽ ഫ്രീ ആണ്. ഇനി 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആവറേജ് ക്വാർട്ടർലി ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാം. ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർ ട്രാൻസാക്ഷൻ ഈടാക്കുന്ന ചാർജ് 59 രൂപ പ്ലസ് GST ആണ് ഇൻഡിവിജ്വലിന്. ഇനി ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ഡെപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ബേസ് ബ്രാഞ്ച് വഴിയാണെങ്കിലും നോൺ ബേസ് ബ്രാഞ്ച് വഴിയാണെങ്കിലും നമുക്ക് ഒരു മാസം അപ് ടു 3 ട്രാൻസാക്ഷൻസ് വാല്യൂ വരുന്ന അപ് ടു 50,000 രൂപ വരെയാണ് നമുക്ക് ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ആ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ 1000 രൂപക്കും 1 രൂപ എന്ന രീതിയിൽ ചാർജ് ഈടാക്കും. മിനിമം 50 രൂപ പ്ലസ് GST കൂടെ ആടാകുമ്പോൾ 59 രൂപ ആവും. മാക്സിമം 10,000 രൂപ പ്ലസ് GST വരെ ഈടാക്കും. അതായത് 11,800 രൂപ വരെയാണ് മാക്സിമം ഈടാക്കുക. ഈ ഒരു ക്യാഷ് വിഡ്രോവലിൽ ക്യാഷ് ഡെപ്പോസിറ്റിംഗ് മെഷീൻ വഴിയുള്ള വിഡ്രോവൽ, ക്യാഷ് റീസൈക്ലർ മെഷീൻ വഴിയുള്ള വിഡ്രോവൽ അതൊക്കെ ക്ലബ്ബ് ചെയ്യും. പിന്നെ ഒരു ദിവസം നടത്തുന്ന ഡെപ്പോസിറ്റ് അല്ല, ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ ആയിട്ടായിരിക്കും കൗണ്ട് ചെയ്യുക. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പാസ്ബുക്കിന്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്ക് വിത്ത് ലേറ്റസ്റ്റ് ബാലൻസ് ആണെങ്കിൽ 118 രൂപയാണ് ചാർജ് ഈടാക്കുക GST ഉൾപ്പെടെ. നമുക്ക് അതിനകത്ത് പ്രീവിയസ് എൻട്രീസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതനുസരിച്ച് ചാർജ് വരും. 40 എൻട്രീസ് ഒരു ലെഡ്ജ് ഫോളിയോ എന്ന രീതിയിലാണ് കൺസിഡർ ചെയ്യുക. പെർ ഫോളിയോക്ക് 118 രൂപ, അങ്ങനെ മാക്സിമം 2,360 രൂപ വരെ ഈടാക്കും. അത് ഒരു വർഷം വരെയുള്ള എൻട്രീസിന്റെ കാര്യത്തിലാണ്. ഒരു വർഷത്തിന് ശേഷമുള്ള എൻട്രീസ് ആണെങ്കിൽ 40 എൻട്രീസ് ഒരു ലെഡ്ജർ ഫോളിയോ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യും. പെർ ഫോളിയോക്ക് 118 രൂപ ഈടാക്കും. മാക്സിമം അങ്ങനെ 10,502 രൂപ വരെ ഈടാക്കും. ചെക്ക് ബുക്ക് ഇഷ്യൂൻസ് നോക്കിക്കഴിഞ്ഞാൽ ചെക്ക് ബുക്ക് നമ്മുടെ നോർമൽ ജനറൽ അക്കൗണ്ട് ആണെങ്കിൽ 20 ലീവ്സ് നമുക്ക് ഒരു വർഷം സൗജന്യമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർ ലീഫിന് 5 രൂപ 90 പൈസ എന്ന രീതിയിലാണ് ചാർജ് ഈടാക്കുക ഇൻഡിവിജ്വലിന്റെ കാര്യത്തിൽ. പിന്നെ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ സെറ്റപ്പ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ പെർ ഇൻസ്ട്രക്ഷന് 59 രൂപ പ്ലസ് GST ഈടാക്കും. പിന്നെ നമ്മൾ അക്കൗണ്ടിൽ ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്യേണ്ട വേരിയന്റ് അക്കൗണ്ട് ആണ്. എന്നിട്ട് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു പെനാൽറ്റി ചാർജ് വരും. അതിന്റെ ചാർജ് വരുന്നത് ചെക്ക് ബുക്ക് ഉള്ള അക്കൗണ്ട് അതുപോലെ തന്നെ ചെക്ക് ബുക്ക് ഇല്ലാത്ത അക്കൗണ്ട് വേരിയന്റ് ആ രീതിയിലാണ്. ചെക്ക് ബുക്ക് ഉള്ള അക്കൗണ്ട് വേരിയന്റ് അതിനകത്ത് കുറവ് വന്നത് 500 രൂപയ്ക്ക് മുകളിൽ 1000 രൂപ വരെയാണെങ്കിൽ 118 രൂപയും 251 രൂപയ്ക്ക് മുകളിൽ 500 രൂപ വരെയുടെ കുറവാണ്
സംഭവിച്ചെങ്കിൽ 59 രൂപയും ആവറേജ് ക്വാർട്ടർലി ബാലൻസിൽ അപ് ടു 250 രൂപയുടെ കുറവാണ് സംഭവിച്ചെങ്കിൽ 29 രൂപ 50 പൈസയുമാണ് ചാർജ് ഈടാക്കുക. ഇനിയിപ്പോൾ വിത്തൗട്ട് ചെക്ക് ബുക്ക് ഉള്ള അക്കൗണ്ട് വേരിയന്റ് ആണെങ്കിൽ 251 രൂപ മുതൽ 500 രൂപയുടെ ആവറേജ് ക്വാർട്ടർലി ബാലൻസ് ഷോർട്ട് ഫാൾ ആണ് സംഭവിച്ചെങ്കിൽ 59 രൂപയും ഇനിയിപ്പോൾ അപ് ടു 250 രൂപ വരെയുള്ള കുറവാണ് സംഭവിച്ചെങ്കിൽ 29 രൂപ 50 പൈസയും പെനാൽറ്റി ചാർജ് ആയിട്ട് ഈടാക്കും. ഇനിയിപ്പോൾ അക്കൗണ്ട് ക്ലോഷർ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ഈടാക്കും. ഒരു വർഷത്തിന് ശേഷമാണെങ്കിൽ ചാർജ് ഈടാക്കുകയില്ല. അത് സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ വിത്ത് ചെക്ക് ബുക്ക് അതുപോലെ തന്നെ വിത്തൗട്ട് ചെക്ക് ബുക്ക് എന്ന രീതിയിലാണ്. നമ്മുടെ അക്കൗണ്ട് വേരിയന്റിൽ വിത്ത് ചെക്ക് ബുക്ക് ഉള്ളതാണെങ്കിൽ 354 രൂപയാണ് അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആയിട്ട് GST ഉൾപ്പെടെ കൊടുക്കേണ്ടതായിട്ട് വരിക. ഇനിയിപ്പോൾ ചെക്ക് ബുക്ക് ഇല്ലാത്ത അക്കൗണ്ട് ആണെങ്കിൽ 118 രൂപയാണ് നമ്മൾ GST ഉൾപ്പെടെ അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരിക. ഇനി SMS ബാങ്കിങ്ങിന്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് SMS-ന് 30 പൈസയാണ് ഈടാക്കുക പെർ SMS-ന്. ഇന്റർനാഷണൽ SMS ആണെങ്കിൽ 1 രൂപ 42 പൈസ ഈടാക്കും. അത് ക്വാർട്ടർലി ബേസിൽ പെർ SMS എന്ന രീതിയിലാണ് ചാർജ് ഈടാക്കുക. പിന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അഡ്രസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 59 രൂപയാണ് ചാർജ് ഈടാക്കുക. നിങ്ങൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏതെങ്കിലും വേരിയന്റ് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി